നമ്മൾ എപ്പോഴെങ്കിലും രാത്രിയിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ വണ്ടി തട്ടി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ നമ്മൾ ഓടി രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തിയാൽ, സ്വന്തം വീട്ടിൽ ആ മരിച്ച വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സിജി. മാളു എന്നൊരു പെൺകുട്ടിക്കാണ് ഈ ഒരു ദുർവിധി ഉണ്ടായിട്ടുള്ളത്. അവളെ പെണ്ണ് കാണാനായി ഒരു ചെക്കൻ എത്തുന്നു. അവളുടെ ജോലി സ്ഥലത്തായിരുന്നു എത്തിയിരുന്നു. അവരൊരുപാട് സംസാരിച്ചു. ഒരു 6 മണിക്കാണ് അവൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിച്ചതിന് ശേഷം രാത്രിയിലാണ് അവൾ യാത്ര തിരിച്ചത് സ്വന്തം വീട്ടിലേക്ക്. കുറച്ച് ദൂരമുണ്ട് അവളുടെ വീട്ടിലേക്ക്. അങ്ങനെ മാളു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാളുവിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത്. കാരണം അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആ ഫ്രണ്ടിന് നന്നായി അറിയാമായിരുന്നു. കാരണം മാളുവിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം ഫ്രണ്ടിന് അറിയണം. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം ഫോണിലൂടെ അവൾ വിശദീകരിക്കുകയാണ്. കാരണം പയ്യനെ മാളുവിന് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീട്ടിലത് അറിയിക്കണം. അങ്ങനെയുള്ള സംബന്ധം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു രൂപം കാറിന് മുന്നിലേക്ക് വന്നത്. കാറ് ചെന്ന് ഇടിച്ചത് ഒരു ബൈക്കിലായിരുന്നു. അതിൽ 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മിററിലൂടെ നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഒരു പ്രായമായ ഒരു വ്യക്തിയും ഒരു ചെറിയൊരു കുട്ടിയും, ഒരു പയ്യൻ, 10 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പയ്യനുമാണ്. അവൾ തിരിഞ്ഞു ബാക്കിലേക്ക് നോക്കിയപ്പോൾ 2 കൈകൾ ആ കാറിന്റെ ബാക്കിലേക്ക് ഉയർന്നു വരുന്നതായി അവൾ കണ്ടു. ആ 2 വ്യക്തിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഉറപ്പാണ്. അവൾ കാറ് നിർത്താതെ അത്രയും സ്പീഡിൽ ആക്സിലേറ്റർ കൊടുത്ത് അവൾ വണ്ടി വിടുകയാണ് ചെയ്തത്. അവിടുന്ന് രക്ഷപ്പെട്ടു പോരെന്ന ചിന്ത മാത്രമായിരുന്നു മാളുവിനുണ്ടായിരുന്നു. അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത മുഴുവനായിട്ടും അവളിൽ നിന്ന് എന്തോ അവൾ മറന്നുപോയൊരവസ്ഥയെ. വീട്ടിലെത്തിയത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവൾ ആകെ പേടിച്ച് വിറച്ച ഒരു അവസ്ഥയിലായിരുന്നു. അവൾ ചിന്തിച്ചു, ഈ ഒരു ആക്സിഡൻറ്റ് ആരെങ്കിലും കണ്ടു കാണുമോ? അല്ലെങ്കിൽ ആ വ്യക്തികൾ മരിച്ചിരിക്കുമോ? അതുമല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വ്യക്തികളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടാവുമോ? ഒന്നും അവൾക്കറിയില്ല. അവൾ ആകെ അപ്സെറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി കയ്യിൽ എന്തോ ഒട്ടിയതുപോലെ, എന്തോ ഒട്ടിപ്പിടിച്ച പോലെ. അപ്പോൾ അവൾ വേഗം പോയി വാഷ് ബേസിൻ്റെ അവിടെ എത്തി കൈ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മിററിലേക്ക് അവൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. താൻ വണ്ടി ഇടിച്ച ആ വൃദ്ധനും കുട്ടിയും ചോരയൊലിപ്പിച്ച് നിൽക്കുന്നു. അവൾ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അതേസമയം വാഷ് ബേസിൻ പൂട്ടാൻ നോക്കിയപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് വെള്ളത്തിന് പകരം പിന്നെ ബ്ലഡ് ആയിരുന്നു. അവൾ ആർത്തലച്ച് അടുത്ത റൂമിലേക്ക് ഓടുകയാണ് ചെയ്തത്. ആ ഒരു ഡൈനിങ് ഏരിയൻ്റെ ഭാഗത്തേക്ക് എത്തി അവൾ അടുക്കള വഴി ഓടാനുള്ള ഒരു ശ്രമമായിരുന്നു. പിന്നീട് അവൾ വീണ്ടും വന്ന് നോക്കിയപ്പോൾ അങ്ങനെയൊന്നും അവിടെ ഇല്ല. എന്തുകൊണ്ടായിരിക്കും? തനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമോ? എന്താ തനിക്ക് സംഭവിക്കുന്നത് അവൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. ഇതെല്ലാം കണ്ട് ആ വൃദ്ധനും കുട്ടിയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അവൾ വല്ലാതെ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് പോയി കിടന്നാൽ മതിയെന്നായിരുന്നു. അവൾ അവളുടെ റൂമിലേക്ക് ചെന്നു. റൂമിലെത്തിയും സാധാരണ എല്ലാവരും ചെയ്യാറുള്ള പോലെ അവിടെയുള്ള ആ ഒരു മിററിൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. മിററിലേക്ക് നോക്കിയപ്പോഴാണ് അവൾ നടുങ്ങിപ്പോയത്. താൻ കാറിടിച്ചവൾ അവർ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നു. മാളു ആർത്തലച്ച് റൂമിന് വെളിയിലേക്ക് ഓടുകയായിരുന്നു. സിറ്റ് ഔട്ടിലെത്തി അവൾ ഇരിക്കുമ്പോഴാണ് ആരോ ബോൾ കളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ആരായിരിക്കും? അവളുടെ കണ്ണുകൾ നേരെ ഗാർഡനിലേക്ക് തിരിഞ്ഞു. ആരോ ബോൾ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. പക്ഷേ ആരെയും കാണുന്നില്ല. വായിലൂടെ ബോൾ മാത്രം ചലിക്കുന്നത് കാണാം. അവൾ വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തൻ്റെ കാറിടിച്ച ആ കുട്ടിയാണ് അവിടെ കളിക്കുന്നത് അവർക്ക് വ്യക്തമായത്. ആ ഒരു ടൈമിലാണ് മാളുവിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് നിന്ന് എന്തൊരു സൗണ്ട് കേൾക്കുന്നു. മാളു പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് പോയപ്പോഴാണ് അവൾ നടുക്കുന്നൊരു കാഴ്ച കണ്ടത്. അവളുടെ റൂമിൻ്റെ മുന്നിലുണ്ടായിരുന്ന ആ ഡോർ കാണുന്നില്ല. പകരം അവിടെ ഒരു ചുമരായി മാറിയിരിക്കുന്നു. അവൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അവൾ തൊട്ടു നോക്കി. തൻ്റെ റൂമിൻ്റെ ഭാഗത്ത് ഒരു ചുമര് മാത്രമാണ്. താൻ ഇവിടെ തീർത്തും പെട്ടുപോയിരിക്കുന്നത് അവൾക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ തൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആർത്തലച്ചോടി ഡൈനിങ് ഏരിയയിലുള്ള ആ ഒരു ഡോറ് അവൾ അടയ്ക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന വഴിയാണ് അവൾ പിന്നീട് ചിന്തിച്ചത്. പുറത്തും ഉണ്ടാള്, അകത്തും ഉണ്ടാള്, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? തീർത്തും പെട്ടുപോയിരിക്കുന്നു ഇവിടെയെന്ന്. പിന്നെ അവൾ ഒന്നും ചിന്തിച്ചില്ല.
അവൾ അവളെ ഫ്രണ്ടിനെ വിളിച്ചു. എത്രയും വേഗം ഇവിടെ എത്തണമെന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുപോകണമെന്നും മാളു അവളോട് പറയുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ പെൺകുട്ടിക്ക് അവളെ രക്ഷിക്കാനായില്ല. കാരണം വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ അവളുടെ തലയ്ക്ക് പരിക്കേറ്റ് അവൾക്ക് ബോധമില്ലാതെ കിടന്നു. പെട്ടെന്നാണ് എന്തോ ഒരു സൗണ്ട് മാളുവിൻ്റെ റൂമിൻ്റെ മുന്നിൽ നിന്ന് കേൾക്കുന്നത്. മാളു എണീറ്റ് പോയി ആ ഒരു ഭാഗത്തേക്ക് നടക്കുന്നു. നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഭാഗത്തുള്ള ഒരു മിററിൽ മാളുവിൻ്റെ അതേ ഫോട്ടോ കോപ്പി പോലെ മറ്റൊരു പെൺകുട്ടി നിൽക്കുന്നതായി കണ്ടു. അത് താനല്ല എന്നുള്ളത് മാളുവിന് വ്യക്തമായി അറിയാം. പിന്നെ അതാര്? മാളു ആ ഒരു മിററിൻ്റെ മുന്നിൽ പോയി നിന്നു. ഒന്ന് തൊട്ടു നോക്കണമെന്ന് മാളുവിന് തോന്നി. അവൾ ആ കൈ ആ ഒരു കണ്ണാടിയുടെ മുന്നിലേക്ക് നീട്ടിയതേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ വ്യക്തി കണ്ണാടിയുടെ ഉള്ളിലേക്ക് അവളെ വലിച്ചെടുക്കുകയായിരുന്നു. പിറ്റേ ദിവസമാണ് മാളുവിൻ്റെ ഫ്രണ്ട് അവിടെ എത്തുന്നത്. എത്ര വിളിച്ചിട്ടും ഫോണിൽ വിളിച്ചിട്ടും കോളിംഗ് ബെൽ അടിച്ചിട്ടും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് യാതൊരു മറുപടിയും ഇല്ലാതായപ്പോൾ മാളുവിൻ്റെ ഫ്രണ്ടിന് ഒരു സംശയം തോന്നി. അവൾ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി പൂട്ട് പൊളിച്ചാണ് വീട്ടിൻ്റെ ഉള്ളിൽ അവിടെ ഒന്നും തന്നെ സംഭവിച്ചതായോ ഒരു പേപ്പർ പോലും സ്ഥാനം തെറ്റിയതായിട്ടോ ഒന്നുമില്ല. പക്ഷേ മാളുവിനെ മാത്രം അവിടെ കാണാനില്ല. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു. മാളുവിനെ കണ്ടെത്താനേ ആയി. പിന്നീട് ഒരിക്കലും മാളുവിനെ ആരും തന്നെ കണ്ടില്ല. എന്നാലും എങ്ങോട്ടായിരിക്കും മാളുവിനെ കൊണ്ടുപോയത്? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബായ്.